ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ZMC അഡ്വാൻസ്ഡ് മാസ്റ്റർ ക്ലാസ് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ അടുത്ത ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായിട്ട് 5 ഇയേഴ്സിന്റെ phase 1 ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ അതിന്റെ നമ്മൾ ലാസ്റ്റ് എടുത്ത ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ 5K അക്കൗണ്ട്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫേസ് പാസ്സാവാൻ വേണ്ടിയിരുന്നത് $400 ആണ്, വിച്ച് മീൻസ് 8%. സോ നമ്മൾ അത് അച്ചീവ് ചെയ്തു. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഫേസ് കൈ കിട്ടിയിട്ടുണ്ട്. സോ സെക്കൻഡ് ഫേസിൽ ഇനി നമുക്ക് വേണ്ടത് 5% ആണ്, വിച്ച് മീൻസ് $250. ഇതിൽ നമ്മളിപ്പോൾ കറന്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ആണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് എടുത്ത ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ട്രേഡ് എടുക്കാൻ വന്ന ഏരിയ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ന്യൂയോർക്ക് സെഷൻ. അപ്പോൾ ന്യൂയോർക്ക് സെഷൻ്റെ മുന്നേ നമുക്ക് ലണ്ടനിൽ ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ് ഈ ബെയറിഷ് ക്യാൻഡിൽ. ഇത് തൊട്ട മുന്നത്തെ നമ്മുടെ ഏർലി ലണ്ടൻ്റെ സെഷനായിരുന്നു. സോ ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഏർലി ലണ്ടൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്തത് ബെയറിഷ് ക്യാൻഡിലായിട്ട്, വിച്ച് മീൻസ് റിജക്ഷൻ. അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ സെൽ സൈഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ക്യാൻഡിലിൻ്റെ ഹൈ. സോ നമ്മൾ H1 പോയി. H1 നമുക്ക് പോയ സമയത്ത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു ഓർഡർ ഫ്ലോ ഉണ്ട് H1. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓർഡർ ഫ്ലോ ഉണ്ട് പ്രൈസ്. ആൻഡ് H1 ലാസ്റ്റ് ഇംബാലൻസ് എന്ന് പറയുന്ന ഏരിയ ഇവിടെയാണ്. ഇതിനുള്ളിൽ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഓൾറെഡി പ്രൈസ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് പ്രൈസ് ഇറങ്ങുന്നത്. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ H1 OFO അല്ലെങ്കിൽ H1 ഇംബാലൻസിലോ പ്രൈസ് വന്നിട്ട് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, സെൽ ചെയ്യാം. ഇനി നമ്മൾ M15 വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെയിം ഏരിയ തന്നെയുള്ളൂ. അതിൽ നമുക്ക് M15 OF എന്ന് പറയുന്നത് ഇവിടത്തേക്ക് വരും, ഈ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ M15 OF ആൻഡ് ഇത് നമ്മുടെ M15 ഹൈ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് M15 ഇംബാലൻസ്. സോ പ്രൈസ് ഒന്നോക്കിൽ ഈ H1 അല്ലെങ്കിൽ M15 OF വന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഷിഫ്റ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെല്ലിൽ കയറി പറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ സെല്ലിലേക്കുള്ള നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് അതിന് മുന്നേ നമുക്കൊരു ബൈ കിട്ടുകയാണെങ്കിൽ, ഇതിന് മുന്നേ നമുക്ക് ഇനിയൊരു ബൈ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്രൈസ് ബെയർ മിനിമം നമുക്ക് ഈ H4 CLQ പ്രൈസ് സ്വീപ്പ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ CLQ സ്വീപ്പ് ചെയ്താൽ H4 ലാസ്റ്റ് ഒരു ഇംബാലൻസ് ഇവിടെ കിടപ്പുണ്ട്. അത് കൂടാതെ H4 ലോൻ്റെ വിക്കിൻ്റെ 50% നമുക്ക് മണി ലെവലുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയാം. അതായത് ഒന്നോക്കിൽ H4 CLQ സ്വീപ്പ് ചെയ്ത് ഷിഫ്റ്റ് കിട്ടണം, അതല്ലാന്നുണ്ടെങ്കിൽ H4 ഇംബാലൻസ് നമുക്ക് ഷിഫ്റ്റ് കിട്ടണം, ഓർ എൽസ് H4 എക്സ്ട്രീം മണി ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 50% ആണ്. ഇവിടുന്ന് ഇവിടെയും ഷിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് എന്താക്കാം, ബൈയും നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം പ്രൈസ് ഏത് സൈഡിലോട്ടാണ് നമുക്ക് ഫസ്റ്റ് മൂവ് തരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ പ്രൈസിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമുക്ക് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തു. പ്രൈസ് നമുക്ക് ആ ഒരു H1 OF വന്നിട്ടുണ്ട്, M15 OF. സോ നമുക്ക് അവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, കയറാൻ പറ്റും. സോ നമുക്കിവിടെ ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഷിഫ്റ്റ് കിട്ടി. ഈ ഒരു ടൈമിൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ വരും. ആൻഡ് SL ബെയർ മിനിമം 5 pip ഓ 3.5. അത് നമുക്ക് നമ്മുടെ SL സൈസിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. ടാർഗറ്റ് 1:3 നമുക്ക് വെക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് താഴത്തുള്ള ലോ വരെ ടാർഗറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ സെല്ലിലേക്കാണ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതും. സോ സെൽ സൈഡിലേക്ക് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ട്രേഡ് നമുക്ക് ട്രിഗർ ആവുമല്ലോ എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ട്രേഡ് ട്രിഗർ ആയിട്ടില്ല. ട്രിഗർ ആവാതെ പ്രൈസ് എന്താക്കി, നേരെ താഴത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ എടുത്തു കഴിഞ്ഞാൽ ബൈ ചെയ്യാനാണ്. ബൈ ചെയ്യണമെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണി ലെവലിൽ നിന്ന് പ്രൈസ് ഷിഫ്റ്റ് ചെയ്യണം. സോ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ H4 CLQ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് H4 ഇംബാലൻസ് പ്രൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വീപ്പ് നടന്നു. ഇത് നമ്മുടെ ഇംബാലൻസ് ഏരിയ ആയിരുന്നു. സോ ഈ ഒരു ഇംബാലൻസ് ഏരിയയിലെത്തി. ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഷിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് എന്താക്കാം, കയറി പറ്റാൻ പറ്റും. ഇവിടെ നമ്മൾ M3 നമ്മൾ എൻട്രി നോക്കിയിരുന്നത്. നമുക്ക് ബോഡി ബ്രേക്ക് ഒന്നും കിട്ടിയില്ല, കൺഫർമേഷൻ ഇല്ല, ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല.
ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്കെ ഈ ഒരു ഏരിയ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എനിവേ മണി ലെവലാണല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയ ലാസ്റ്റ് ഹൈ. നമുക്കിവിടെ ബോഡി ബ്രേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എൻട്രി കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത ഹൈ ഇവിടത്തേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. ഇവിടെ നമുക്ക് ബോഡി ബ്രേക്ക് കിട്ടിയില്ല, ജസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റൂല. ഓക്കെ, ഹൈ എഗെയിൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. എഗെയിൻ ഷിഫ്റ്റഡ്. കൺഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. സെയിം എഗെയിൻ ഹൈ ബ്രേക്ക് ചെയ്ത് ബട്ട് ബോഡി ബ്രേക്ക് ഇല്ല. സോ നമുക്ക് എഗെയിൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു ടൈമിൽ നമ്മുടെ ഹൈ ഇവിടേക്ക് ഷിഫ്റ്റായി. നൗ നമ്മുടെ ഹൈ ഇപ്പുറത്തേക്കും കൂടി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എക്സ്ട്രീം H4ൻ്റെ അൺമിറ്റിഗേറ്റഡ് വിക്കിൻ്റെ 50% എക്സ്ട്രീം മണി ലെവൽ പ്രൈസ് വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഷിഫ്റ്റ് കിട്ടിയാലും അടിപൊളിയായിട്ട് കയറാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് ഹൈ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഹൈ ഇവിടത്തേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് എപ്പോഴാണോ ഒരു ഹൈൻ്റെ മുകളിൽ ബോഡി ബ്രേക്ക് കിട്ടുന്നത് അപ്പോഴേ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ M3ൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബോഡി ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് M3യിലെ ബോഡി ബ്രേക്ക് ആൻഡ് M3യിലെ ലാസ്റ്റ് മണി ലെവൽ ഇവിടെയാണ്. അപ്പം നമ്മുടെ എൻട്രി വരിക ഇവിടെ വരും. SL നമുക്ക് 5 പിപ്പ്, ഈ ഒരു ലോണിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ 5.3 ഉണ്ട്. നമുക്കത് ടൈറ്റ് ആക്കിയിട്ട് 5 പിപ്പ് വെക്കാൻ പറ്റും. ആൻഡ് ടാർഗറ്റ് 1:3 വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, 1:3. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ സെക്കൻഡ് ബുള്ളിഷ് ക്യാൻഡിൽ പ്രൈസ് വന്ന് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ എൻട്രി പോയിന്റിലോട്ട് വന്നു, ട്രിഗറായി തിരിച്ചു കയറി. ഇനി നമുക്ക് ഒന്നോക്കിൽ SL അല്ലെങ്കിൽ TP. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ടാർഗറ്റ് നിങ്ങൾക്ക് 1:3 വെക്കാം, അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി എവിടെയാണോ അവിടെ വരെ നിങ്ങൾക്ക് എന്താക്കാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ M15ൻ്റെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് എന്താ ഇതുവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇത് അറൗണ്ട് 3.6 ഉണ്ട്. RR 1:3.6 ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് പ്രൈസ് ചെയ്തതെന്നുള്ളത്. ഇതായിരുന്നു നമുക്ക് ആ ലാസ്റ്റ് ട്രേഡ് നമുക്ക് ആ 5K അക്കൗണ്ട് ഫേസ് 1 പാസ്സാവാൻ നേരത്ത് കിട്ടിയത്.